ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും പാക് അന്തർവാഹിനി. വൻ നാവിക വിന്യാസവുമായി ഇന്ത്യ. ഇന്ത്യയുടെ സമുദ്രാതിർത്തികളെയും ദേശീയ സുരക്ഷയും കടുത്ത ഭീതിയിലാഴ്ത്തി പാക് നടപടി. കഴിഞ്ഞ 50 വർഷത്തിലേറെയായി പാകിസ്ഥാൻ നാവികസേന പൂർണ്ണമായും മാറി നിന്നിരുന്ന ബംഗാൾ ഉൾക്കടലിലേക്ക് പാകിസ്ഥാൻ തങ്ങളുടെ പുതിയ അത്യാധുനിക അന്തർവാഹിനിയെ വിന്യസിപ്പിക്കുന്നുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ചൈനയുടെ കടുത്ത സമ്മർദ്ദവും തന്ത്രപരമായ പിന്തുണയും ഈ നീക്കത്തിന് പിന്നിലുണ്ടെന്നാണ് അറിയുന്നത്. ഈ നീക്കത്തിന് പിന്നിൽ സൈനികപരമായ ലക്ഷ്യങ്ങൾ മാത്രമല്ല, ഇന്ത്യയെ മുറിവേൽപ്പിച്ച ഒരു കറുത്ത ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്. 1971 ഇന്ത്യ പാക് യുദ്ധകാലത്ത് ഗുജറാത്തിലെ ദിയു തീരത്തിനടുത്ത് അറബിക്കടലിൽ വെച്ചാണ് ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനമായിരുന്ന INS ഖുഖ്രി എന്ന പടക്കപ്പൽ പാകിസ്ഥാന്റെ ഹാങ്കോർ എന്ന അന്തർവാഹിനിയുടെ ഡോർപിഡോ ആക്രമണത്തിൽ തകരുന്നത്. അന്ന് കപ്പലിനൊപ്പം കടലിൽ ജീവൻ വെടിഞ്ഞ ക്യാപ്റ്റൻ മഹേന്ദ്രനാഥ് മുള്ളയുടെ ധീരത ഇന്ത്യൻ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ പുതുതായി നിർമ്മിച്ച തങ്ങളുടെ അത്യാധുനിക അന്തർവാഹിനിക്ക് നൽകിയിരിക്കുന്ന പേരും PNS ഹാങ്കോർ എന്ന് തന്നെയാണ്. ഈ അന്തർവാഹിനിയാണ് ഇന്ത്യയുടെ മറുതീരമായ ബംഗാൾ ഉൾക്കടലിലെത്തിയത്. 1971 ബംഗ്ലാദേശ് സ്വതന്ത്രമായതോടെ ബംഗാൾ ഉൾക്കടലിലെ സ്വാധീനം പാകിസ്ഥാന് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ അടുത്തിടെ ബംഗ്ലാദേശിലുണ്ടായ രാഷ്ട്രീയ അട്ടിമറികളും ഭരണമാറ്റങ്ങളും മുതലെടുത്ത് അവിടെ ഇന്ത്യ വിരുദ്ധ വികാരം വളർത്താനും വീണ്ടും പിടിമുറുക്കാനുമാണ് പാകിസ്ഥാന്റെ ശ്രമം. ഇന്ത്യയുടെ സമുദ്രമാർഗം വളയുമെന്ന ലക്ഷ്യത്തോടെ ചൈന നടപ്പിലാക്കുന്ന സ്ട്രിംഗ് ഓഫ് പേഴ്സ് തന്ത്രത്തിന്റെ ഭാഗമായാണ് പാകിസ്ഥാന്റെ പ്രവൃത്തിയെന്നും സൂചനയുണ്ട്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയായ അറബിക്കടലിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന പാക് നാവിക സാന്നിധ്യം കിഴക്കൻ അതിർത്തിയിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയെ 2 വശങ്ങളിൽ നിന്നും പ്രതിരോധത്തിലാക്കുക എന്നതാണ് ഇവരുടെ സംയുക്ത ലക്ഷ്യം. ഇന്ത്യയുടെ ആണവ അന്തർവാഹിനികളുടെ പ്രധാന താവളമായി വിശാഖപട്ടണത്തിന് തൊട്ടടുത്തെത്തി നിരീക്ഷണം നടത്തുക എന്ന ചതിയും ഇതിന് പിന്നിലുണ്ട്. 21ാം നൂറ്റാണ്ടിലെ നവഭാരതം ശത്രുവിന്റെ ഏതുതരം അന്തർവാഹിനികളെയും കടലിനടിയിൽ വെച്ച് തന്നെ പിടികൂടാൻ ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച P-8I ദീർഘദൂര നിരീക്ഷണ വിമാനങ്ങൾ ഇന്ന് ഇന്ത്യക്കുണ്ട്. മാത്രമല്ല, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ നാവിക താവളങ്ങളും അത്യാധുനിക സമുദ്ര റഡാറുകളും ശത്രുക്കളുടെ കോട്ട തകർക്കാൻ കെൽപ്പുള്ള സ്വദേശി നിർമ്മിത ആണവ അന്തർവാഹിനികളും ബംഗാൾ ഉൾക്കടലിൽ സദാ സന്നദ്ധമായി കാവലൊരുക്കുന്നുണ്ട്. ഏത് തന്ത്രപരമായ നീക്കത്തെയും കടലിനടിയിൽ വെച്ച് തന്നെ നിഷ്പ്രഭമാക്കാൻ ഇന്ത്യൻ പ്രതിരോധ സംവിധാനം ഇന്ന് പൂർണ്ണ സജ്ജമാണ്. അയൽ രാജ്യങ്ങളുടെ ഈ സംയുക്ത നീക്കങ്ങളെ സദാ നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ നാവികസേന അതിർത്തികളിൽ കരുത്തുറ്റ കോട്ട തീർത്തിരിക്കുകയാണ്. ചുരുക്കത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടായി പറയുന്നു, കളി ഇങ്ങോട്ട് വേണ്ട മോനെ ദിനേശ, ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങല്ലേ, പണിപാളും.